ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടിട്ട് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരെ വളയന്തോടുന്ന് തമ്പുരാൻപാടിക്ക് വിട്ടിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലൊരു വൈബ്, നല്ല ക്ലൈമറ്റിൽ ഒരു പാൽച്ചായയും അതിൻ്റെ കൂടെ ഒരു പത്തിരിയും മോനെ സെറ്റ് സാധനം. അങ്ങനെ ഐസിയ കോളേജിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല കിടിലം മഴ. അപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ തണലിൽ നിന്നിട്ട് മഴ ഉണ്ട് ആസ്വദിച്ച് നല്ല കിടിലം വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഴ പെയ്യാന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, പുറത്തിറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു നാടൻ വഴി കണ്ടപ്പോൾ ആ വഴി കിടന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആയിക്കടണ്ട് ഇറങ്ങി. നല്ല കിടിലം വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അത് ആസ്വദിച്ച് പോയോണ്ടിരിക്കുമ്പോൾ ഒരു മയിൽസാർ അവിടെ നിന്നിട്ട് നൃത്തം കളിക്കണം. അങ്ങനെ മയിൽസാറിനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നടന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കടവല്ലൂർ ഭാഗത്തേക്ക് എത്തി. അവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്. കള്ളു കുടിക്കാനല്ല, നമ്മൾ ആ ഏരിയ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ അവിടെ കയറിയെന്ന് നല്ല കിടിലം മഴ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, തോരാത്ത മഴ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സ്നേഹിതൻ്റെ ചെറിയൊരു ഡാൻസ് ഉണ്ടായി. നല്ല കിടിലൻ ഡാൻസർ ഉണ്ടാവാൻ. അവൻ്റെ പേര് ഷഹീം എന്നാണ്, ചെമ്മണ്ണൂർ ഭാഗത്ത്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്യട്ടെ. ചെക്കൻ അവിടുത്തെ മെയിൻ ആളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ അവൻ്റെ കുറേ ഡാൻസും അതുപോലെ തന്നെ കുറേ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തു കൊടുത്ത് അതുകൊണ്ട് പരിപാടി അവസാനിപ്പിച്ച്. അങ്ങനെ മഴ കൂടിയപ്പോൾ ഒന്നാണ്ട് കയറി നിന്നിട്ട് നമ്മൾ ആസ്വദിക്കൽ തന്നെയാണ് നമ്മളെ മെയിൻ പരിപാടി. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾക്കൊക്കെ ഈ സാധനം നല്ല മിസ്സിങ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നേരെ ചാലിശ്ശേരി ഭാഗത്താണ് എത്തിയത്. അങ്ങനെ ചാലിശ്ശേരി എത്തിയപ്പോൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നമ്മൾ വെള്ളപ്പവും പാൽച്ചായം കൂട്ടിയിട്ട് അലക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ചെറിയ മഴക്ക് തോർച്ചുണ്ട്, എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് കോക്കൂര് ഭാഗത്തേക്ക് വിടുമ്പോൾ നല്ലൊരു കിടിലൻ സ്പോട്ട്. അങ്ങനെ ആ സ്പോട്ട് എത്തിയപ്പോൾ അവിടെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് നോക്കുമ്പോണ്ടല്ലോ കിടിലൻ സ്ഥലം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത് അഴിമുഖം എന്നുണ്ട്. ആ കനാലിലെയും ഈ കനാലിലെയും കൂടിയിട്ട് ഒരുമിച്ച് ചേർന്ന ഭാഗം കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നേരെ വിട്ട്. അപ്പോൾ ഇവനാണ് നമ്മളെന്നത്തെ സ്പോൺസർ കേട്ടോ, ചായ മേടിച്ചെന്നവനാണ്. അപ്പോൾ അതിനുള്ള പണിയാണ് ഇപ്പോൾ ചെയ്യിക്കണം. അവൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്ത് കൊടുക്കണം. 2 വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെ കൊണ്ട് 500 രൂപയുടെ പണിയാണ് എടുപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, എന്തായാലും സ്നേഹിതനായി പോയില്ലേ. അങ്ങനെ അവിടെ നിന്നിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് സെറ്റാക്കിയിട്ട് അവൻ്റെ കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത്. അവൻ ഈ ഫോട്ടോ ജനിക്കാമെന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ആളാണെന്നുണ്ടവൻ. അവർക്ക് മെയിൻ ഫോട്ടോ ആണ് വേണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരെ അപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് പോകാമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ അങ്ങോട്ട് നടന്ന്. അപ്പോൾ അവിടെയും കുഴപ്പമില്ല കേട്ടോ, നല്ല വൈബ് സ്ഥലം തന്നെയാണ്. അങ്ങനെ അവിടെ കുറേ നേരത്തിന് ശേഷം മഴയ്ക്ക് ചെറിയൊരു തോർച്ച വന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തായാലും തെറിക്കാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുപ്പ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടാകും നിൽക്കണം. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പല ആംഗിളിലും ഫോട്ടോയും വീഡിയോസും സെറ്റാക്കി തരും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മളവിടെ നേരെ തെറിച്ച് അങ്ങനെ തിരിച്ച് പോകണ വഴിക്ക് ഫ്രണ്ടിൽ പോകണ കണ്ടില്ലേ, ഒരു 10-500 ഫോട്ടോ എടുത്തതിൻ്റെ യാതൊരു അഹങ്കാരം ഇല്ലാണ്ടാ പോണത്. അങ്ങനെ എന്തായാലും പരിപാടിയൊക്കെ അവസാനിച്ച് നമ്മൾ നേരെ വിടുന്നത് പിന്നെ നമ്മൾ തണ്ണീർക്കോട് ഭാഗത്ത് കണ്ട ശ്രീനിവാസൻ്റെ പൊന്മുട്ടയുടെ എന്ന താറാവ്, അതുപോലെ തന്നെ ജയറാമിൻ്റെ മഴവിൽക്കവിടെ ആ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഇവർ കാണുന്നത്. അങ്ങനെ അത് കുറേ നേരം അവിടെ നിന്ന് നമ്മൾ കുറേ അയവറുത്ത് പഴയ സിനിമകളല്ല നമ്മൾ കണ്ട നല്ല നല്ല സിനിമകൾ ഷൂട്ട് ചെയ്ത ഏരിയ ഉണ്ടത്. ഇതിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് തണ്ണീർക്കോട് ശിവക്ഷേത്രം. അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ ആ വഴിയൊന്നും ഉള്ളിലേക്ക് കയറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കയറി വെക്കുമ്പോഴല്ലോ കിടിലം വൈബ് സ്ഥലം തന്നെ കേട്ടോ. അപ്പുറം പാടം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ നടുവിലാണ് അമ്പലം വരുന്നത്. ശരിക്കും വവ്വാല് തൂങ്ങില്ല ഇതുപോലെ, അത്രക്കും പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ ചെക്കൻ തൂങ്ങുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല. അപ്പോൾ നമ്മളുള്ളത് നാമക്കാവ് അമ്പലത്തിൻ്റെ അവിടുത്തെ ആൽമരത്തിൻ്റെ ചുവട്ടിലുണ്ട്. അപ്പോൾ വള്ളി കണ്ടു കഴിഞ്ഞാൽ തൂങ്ങണ ഇവൻ്റെ ഒരു വിനോദമാണ്. അപ്പോൾ അതെന്തായാലും നടക്കട്ടെ വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വിട്ടിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് അത്യാവശ്യം സ്ഥലം കവർ ചെയ്തിട്ടുണ്ട്. കാരണം മഴയാണ്, നല്ല ഗ്രാമങ്ങൾ വഴികളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു കുളത്തിൻ്റെ സൈഡിൽ പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഒരു നൊസ്റ്റാൾജിയ, ചൂണ്ടലൊക്കെ കൊളുത്തുന്നതാക്കിയിട്ട് ഇടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുറേ നേരം അങ്ങനെ നോക്കി നമ്മൾ കുറേ അയവറുത്ത് എന്താ ചെയ്യുക. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി, ഒരു രക്ഷയല്ല. അപ്പോൾ അങ്ങനെ പിള്ളേരപ്പോൾ അവിടെ കുറേ നേരം നിന്ന് സ്പെൻഡ് ചെയ്ത് ഒരുപാട് സമയം അവിടെ കളഞ്ഞിട്ടാണ്. നല്ല പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു. ഇത്ര നേരം ആ വടി വെള്ളത്തിയിട്ട് നിന്നിട്ട് ഒരു മീൻ പോയിട്ട് ഒരു കണ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിള്ളേരല്ല അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് വെച്ചിട്ട് ഞങ്ങോട്ട് തിരിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ മഴയത്ത് ഈ സീസണിൽ നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇതുപോലെ നല്ല നല്ല വഴികൾ തേടിയിട്ട് യാത്ര ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല കാഴ്ചകളും നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. മോനെ, മഴ കൊണ്ടിട്ട് വല്ല പനി പിടിച്ചാലോ? മാറിക്കേ, പോയിക്കോ. പനി പിടിക്കും, വിട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വായ്ത്താളം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.